നോൻപ്, ഉദ്ധാന, ചൂണ്ടുപലക എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിച്ചാലോ? നോൻപ് കാലം ഒരു നോക്കലിൻ്റെയും ഒരു കാക്കലിൻ്റെയും കാലമാണ്. കടന്നു വന്ന വഴികളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോക്കലും ജീവിതം കുറച്ചുകൂടെ കാക്കലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ അലയുന്ന പലതിനോടും ഒരു കടിഞ്ഞാണിട്ട് ജീവിതചര്യകളെ നിയന്ത്രണത്തിലൂടെയും പരിവർത്തനത്തിലൂടെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാലമാണ് നോൻപ് കാലം. ഉത്ഥാന ചൂണ്ടുപലക നോൻപ് കാലം എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം, ക്രിസ്തു ഉത്ഥാനത്തിൽ എത്തിച്ചേർന്നത് സഹനങ്ങളിലൂടെയാണ്. അപ്പോൾ തീർച്ചയായും ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിന് സഹനം അനിവാര്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് തൻ്റെ അനുദിന കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. അപ്പോൾ ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിന് കുരിശ് അനിവാര്യമാണ്. ആയതിനാൽ കുരിശ് ഈ ലോക ജീവിതം നമുക്കറിയാം, ഒത്തിരിയേറെ സഹനങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോഴും യേശുനാഥൻ്റെ സഹനങ്ങളോട് നമ്മുടെ കുരിശുകളെ ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ ദൈവാശ്രയ ബോധത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാലയളവുകളാണല്ലോ നോൻപ് കാലം. നാം ഓർക്കുക, കുരിശ് ഒരു ക്രൈസ്തവന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ്. ക്രൈസ്തവ ദർശനത്തിൻ്റെ ഒരു മുഖമുദ്രയും ക്രൈസ്തവൻ്റെ പ്രതീകവുമാണ് കുരിശ്. കുരിശ് ക്രിസ്തുവിന് പിതാവിനോടുള്ള ദൗത്യവും അനുസരണവുമായിരുന്നു. ആയതിനാൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ കുരിശുകളെന്ന് പറയുമ്പോൾ അത് പലതുമാവാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട ഒറ്റപ്പെടുത്തലിൻ്റെയും ഏകാന്തതയുടെയും ഭാര്യ ഭർത്തൃബന്ധത്തിലുള്ള പ്രയാസങ്ങളും കുടുംബ പ്രശ്നങ്ങളും സഹനങ്ങളും രോഗങ്ങളും ഒക്കെ ആവാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകൾ. ഈ കുരിശുകളെ ക്രൂശിതനോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് സഹനത്തിന് അർത്ഥമുണ്ടാവുക, അല്ലെങ്കിൽ ഈ നോൻപ് കാലത്തിന് അർത്ഥമുണ്ടാവുക. സഹനത്തിൽ ക്രിസ്തുവിൻ്റെ മനോഭാവം പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതായിരുന്നു. ആയതിനാൽ നമ്മുടെയൊക്കെ മനോഭാവങ്ങൾ മാറണം. കുരിശിനോട് സഹനത്തിനോട് ഉള്ള മനോഭാവം ക്രിസ്തുവിൻ്റെ മനോഭാവത്തോട് ചേർന്നതായിരിക്കണം. അതുകൊണ്ടാവാം എഴുത്തുകാരനായ ജോൺ പാട്രിക് ഇപ്രകാരം പറഞ്ഞു വച്ചിട്ടുണ്ട്: വേദന മനുഷ്യനെ ജ്ഞാനിയാക്കുന്നു, ജ്ഞാനം മനുഷ്യനെ ചിന്തിക്കുവാനിടയാക്കുന്നു, ചിന്ത മനുഷ്യനെ ജീവിക്കുവാൻ ശക്തി പകരുന്നു. അതേ പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ക്രൂശിതനിലേക്ക് നോക്കുവാനും ക്രൂശിതൻ്റെ സഹനത്തോട് നമ്മുടെ സഹനങ്ങളെ ചേർത്ത് വയ്ക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് ഉത്ഥാനത്തിൽ നാമുമൊക്കെ എത്തിച്ചേരുക. നമുക്കറിയാം, ഒളിമ്പിക്സ് മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങളിൽ ഒന്നാണ് മാരത്തോൺ ഓട്ടം. ഈ മാരത്തോൺ ഓട്ടം ഒരിക്കൽ ഏതൻസ് രാജാവ് തൻ്റെ പ്രജകളെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു: ഏതൻസ് ആക്രമിക്കപ്പെടാൻ പോവുകയാണ്. അടുത്തുള്ള നഗരമായ സ്പാർട്ടായുടെ സഹായം കൂടിയേ തീരൂ. ആരോടും സ്പാർട്ട വരെ. ഏതൻസ് ആരും മിണ്ടാതിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു: ഞാൻ ഓടാം സ്പാർട്ട വരെ. അദ്ദേഹം തൻ്റെ സർവ്വശക്തിയും എടുത്ത് ഓടുവാനായി ഒരുങ്ങി. രാജാവ് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ ഇപ്രകാരം കോറിയിട്ടു: ഓടിവരണേ, രക്ഷിക്കണേ, ഏതൻസ് ആക്രമിക്കപ്പെടുന്നു. ഇദ്ദേഹം തൻ്റെ സർവ്വശക്തിയും എടുത്ത് ഓടി സ്പാർട്ടയിലെത്തിയ അദ്ദേഹം രാജാവിൻ്റെ ശരീരത്തേക്ക് കെട്ടിവീണു മരിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ ചെറുപ്പക്കാരൻ്റെ വസ്ത്രത്തിൽ എഴുതിയിരുന്ന വാക്യങ്ങൾ കാണുവാനിടയായി. സ്പാർട്ടൻ ജനത മുഴുവൻ ഒന്നടക്കം ഇളകി ഏതൻസിലെത്തുകയും ഏതൻ നഗരം യുദ്ധത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്തു. ഒപ്പം മാക്സിമിലിയൻ കോൾവേ നാസി തടവറയിൽ ഒരു ചെറുപ്പക്കാരന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വൈദികനാണ്. അതുപോലെ തന്നെ മൊളോക്കയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി സ്വയം ജീവിതം ഇല്ലാതാക്കി തീർത്ത ഒരു വ്യക്തിയാണ് ഫാദർ ഡാമിയൻ.
അതുപോലെ ജീവിതമാവുന്ന കുരിശുകളെ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് സഹിക്കുവാൻ ഈ നോൻപ് കാലം നമുക്കും ഒന്ന് ശ്രമിച്ചുകൂടെ?